ഈഡൻ ടിവിയുടെ ശാബ സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിന്ന് പഠിക്കുന്നതായിട്ടുള്ള ഭാഗം ഉടമ്പടിയും രൂപരേഖയും എന്ന് പറയുന്ന ഭാഗമാണ്. പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം വളരെ വിശദമായി പഠിച്ച് നമ്മൾ ഈ 10ാമത്തെ പാഠത്തിനകത്ത് ഉടമ്പടിയും രൂപരേഖയും എന്താണ് ഈ ഉടമ്പടി, ഈ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ 8ാമത്തെ പാഠം മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സീനായി ഉടമ്പടിയെക്കുറിച്ചിട്ടാണ് നമ്മളവിടെ അതിനകത്ത് കാണുന്നത്. എന്താണ് സീനായി ഉടമ്പടി എന്ന് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സീനായി ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മോശ വഴി ഇസ്രായേൽ ജനതയുമായിട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ഉടമ്പടിയെയാണ് നമ്മൾ സീനായി ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം ഈ സീനായി ഉടമ്പടിയുടെ ഒരു ഏറ്റവും മർമ്മമായിട്ടുള്ള ഭാഗമാണ് 10 കൽപ്പന എന്ന് പറയുന്നത്. എന്നാൽ 10 കൽപ്പന മാത്രമാണോ സീനായി ഉടമ്പടിയിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. അത് കൂടാതെ ആചാര ന്യായപ്രമാണങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക പബ്ലിക്കായിട്ടുള്ള സിവിൽ ലോസ്, ഈ പൊതുവായിട്ടുള്ള ന്യായപ്രമാണങ്ങളൊക്കെയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് ഉടമ്പടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഉടമ്പടി കൂടാതെ രൂപരേഖയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സാധാരണ രീതിയിൽ ഒരു രൂപരേഖ എന്ന് പറയുന്നത്? നമ്മൾ ബ്ലൂ പ്രിൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. രൂപരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ കാര്യത്തിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ രൂപരേഖ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ സംഗ്രഹമോ ചുരുക്കമോ ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും രൂപരേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പേ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ നമ്മൾ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലൊക്കെ കൊടുക്കണം. അപ്പം ആ രൂപരേഖ നോക്കുന്ന സമയത്ത് ആ വീടിന് എത്ര സ്ക്വയർ ഫീറ്റാണ്, അതിന് എത്ര ജനലുണ്ട്, എത്ര വാതിലുണ്ട്, എത്ര ലൈറ്റുണ്ട്, എത്ര മുറികളുണ്ട്, കിച്ചൺ എവിടെ വരും, അതുപോലെ തന്നെ ലിവിങ് റൂം എവിടെ വരും, ഇതെല്ലാം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഈ രൂപരേഖ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്ന രൂപരേഖ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്ന രൂപരേഖ എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തെക്കുറിച്ചിട്ടാണ്. അപ്പം സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഒരു രൂപരേഖയാണ്. എന്തിൻ്റെ രൂപരേഖ? സ്വർഗീയമായിട്ടുള്ള ഒരു സമാഗമന കൂടാരത്തിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ് ഭൗമികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സമാഗമന കൂടാരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർക്ക് മാത്രമായിട്ട് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സത്യമാണ് ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം മോശ മുഖാന്തരം നൽകിയതായിട്ടുള്ള ഒരു മാതൃകയാണ് അല്ലെങ്കിൽ ഒരു രൂപരേഖയാണ് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. നമ്മൾ എബ്രായരുടെ പുസ്തകം 8ാമത്തെ അധ്യായം അതിൻ്റെ 5ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത്, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക. അപ്പം മോശയോട് ദൈവം പറയുന്നത്, നിനക്ക് പർവ്വതത്തിൽ ഞാൻ കാണിച്ചു തന്ന മാതൃക പ്രകാരം എല്ലാം ചെയ്യുവാൻ നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ എബ്രായരുടെ പുസ്തകം അതിൻ്റെ 8ാമത്തെ അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യം പറയുന്നത്, മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ. അപ്പം സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ഒരു സമാഗമന കൂടാരമുണ്ടെന്നും അതിൻ്റെ ഒരു മാതൃകയാണ് മോശ എന്ത് ചെയ്യുന്നത്, മോശ മുഖാന്തരം ദൈവം ഉണ്ടാക്കുവാനായിട്ട് പറയുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകം 25ാമത്തെ അധ്യായം അതിൻ്റെ 8ാമത്തെ വാക്യം പ്രകാരം പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് പറയണം. അപ്പോൾ അവിടെ പറഞ്ഞത് ദൈവം മനുഷ്യരുടെ മധ്യേ വസിക്കുവാൻ. നമ്മൾ ഈ പേര് കേൾക്കുന്ന സമയത്ത് ദൈവം മനുഷ്യരുടെ മധ്യേ വസിക്കുക, നിങ്ങൾ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 1ാമത്തെ അധ്യായം 22ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥം ഉള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. നോക്കുക, അപ്പോൾ സമാഗമന കൂടാരവും ഇമ്മാനുവേലും ഒന്നാണ്. കാരണം ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കാം. അപ്പം സമാഗമന കൂടാരം ദൈവം നമ്മോടുകൂടെ വസിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാപത്താൽ വേർപെട്ട മനുഷ്യനെ ബന്ധപ്പെടുത്തുവാൻ, ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുവാനുള്ള മാർഗമാണ് സമാഗമന കൂടാരം. അങ്ങനെയാണെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, പാപവുമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം, പാപത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധം വേർപെട്ടതായിട്ടുള്ള മനുഷ്യനെ ദൈവവുമായിട്ട് ചേർക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം സമാഗമന കൂടാരത്തിലെ എല്ലാ ശുശ്രൂഷയും കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ പുസ്തകം 1ാമത്തെ അധ്യായം 59ാമത്തെ
വാക്യം പറയുന്നത്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് പറഞ്ഞു. അപ്പം സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്നതായിട്ടുള്ളൊരു ഏണിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് തന്നെയാണ് സമാഗമന കൂടാരത്തിൻ്റെ ഉദ്ദേശവും. ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ് സമാഗമന കൂടാരം എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം, അഖിലാണ്ടം സൃഷ്ടിച്ചതായിട്ടുള്ള ദൈവം, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മളോടൊപ്പം ആയിരിക്കുവാൻ, നമ്മുടെ ഇടയിൽ വസിക്കുവാനും ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, നമ്മളുമായിട്ടൊരു കൂട്ടായ്മയിലായിരിക്കുവാനായിട്ടും കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ പാഠം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കുടുംബത്തോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സഭയിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഒരു ബന്ധം, അല്ലെങ്കിൽ ദൈവം മനുഷ്യരുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു മനുഷ്യനും എപ്രകാരമാണോ ബന്ധം മെച്ചപ്പെടുത്തേണ്ടത്, അതേപോലെ തന്നെയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത്. അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത്, മനുഷ്യനും തമ്മിൽ സമയം ചെലവഴിക്കുമ്പോഴും അവരുമായിട്ട് നമ്മളൊരു പരിശ്രമത്താൽ മാത്രമേ ഒരു ബന്ധം, ഏത് ബന്ധവും ഏറ്റവും മികച്ചതായിട്ട് മാറത്തുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ ഏറ്റവും മികച്ചതാക്കണമെങ്കിൽ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അതായത് ദൈവം എങ്ങനെയാണ് നമ്മോടൊപ്പം വസിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മളിന്ന് പഠിക്കുന്നത് 3 കാര്യങ്ങളിൽ കൂടെയാണ്. അതായത് ഒന്ന്, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിൽ കൂടെ. കാരണം ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന സമയത്താണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ഹൃദയം ദൈവത്തോട് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് തുറക്കുന്ന സമയത്ത്. അപ്പം 1 വചനം പഠിക്കുന്നതിൽ കൂടെ, 2 പ്രാർത്ഥനയിൽ കൂടെ. ഇപ്രകാരം നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ദൈവത്തിൻ്റെതായിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഘോഷിക്കും. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ വീണ്ടെടുപ്പ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് പ്രഘോഷിക്കും. ഇപ്രകാരമാണ് നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ ആയിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ദൈവം തീർച്ചയായിട്ടും നമ്മളോടൊരു ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 രീതിയിലാണത് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ വചനങ്ങൾ വായിക്കുന്നതിൽ കൂടെ ദൈവം നമ്മളോട് സംവദിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ കൂടെ നമ്മൾ ദൈവത്തോട് സംവദിക്കും. 3, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ഗുണങ്ങൾ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ഘോഷിക്കണം. ഇപ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരോട് കർത്താവായ യേശു ക്രിസ്തുവിനെ പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, ഇതെല്ലാം തന്നെ സമാഗമന കൂടാരത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം പ്രാർത്ഥന, ദൈവവചനം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുക. നിങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ കയറുന്ന സമയത്ത് അവിടെ 3 ഫർണിച്ചറുകൾ, അല്ലെങ്കിൽ 3 ഉപകരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, അതിൻ്റെ വലതുവശത്ത് കാഴ്ചയപ്പമുണ്ട്. ഇടതുവശത്ത് 7 നിലവിളക്കുള്ള 7 തണ്ടുള്ള നിലവിളക്കുണ്ട്. പിന്നെ ധൂമപീഠമുണ്ട്. അപ്പം ഇതിനകത്ത് കാഴ്ചയപ്പം, അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്താലും ജീവിക്കുന്നു. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്, അവിടെ 7 തണ്ടുള്ളൊരു നിലവിളക്കുണ്ട്. അപ്പം ഈ 7 തണ്ടുള്ള നിലവിളക്ക് എന്ന് പറയുന്നത്, നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വീകരിക്കേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യമാണ്. പിന്നെ ഈ ധൂപം അല്ലെങ്കിൽ ആൾട്ടർ ഓഫ് ഇൻസെൻസ് എന്ന് പറയുന്നത് എന്താണ്? കാരണം വെളിപാടിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യം പറയുന്നത്, ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. അപ്പം ഈ ധൂപവർഗത്തിൻ്റെ പുക എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാഗമന കൂടാരത്തിൽ ദൈവം നമ്മുടെ രക്ഷയെ കാണിക്കുകയാണ്. എപ്രകാരം നമ്മൾ ദൈവത്തിൽ ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് നമ്മളോട് കാണിച്ചു തരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ പാടാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 77-13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദൈവമേ നിൻ്റെ വഴി വിശുദ്ധമാകുന്നു. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ കുറേ കൂടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ദൈ വേ ഓ ഗോഡ് ഈസ് ഇൻ ദ സാങ്ച്വറി.
ദൈവമേ നിൻ്റെ വഴി വിശുദ്ധ മന്ദിരത്തിലാകുന്നു. നമ്മൾ ഈ വിശുദ്ധ മന്ദിരത്തിലെ പഠനം നമ്മുടെ രക്ഷ എപ്രകാരമായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കും. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും അനുസരിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ, നല്ലൊരു പാഠപഠനം കേൾക്കുമ്പോൾ, ദൈവമേ ഞാൻ ഇതുപോലെ ചെയ്യും, നിൻ്റെ വാക്കുകളൊക്കെയും ഞാൻ ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ മനപ്പാഠവാക്യം എന്താണ് പറയുന്നത് എന്നുള്ളത്. മനപ്പാഠവാക്യം ഇപ്രകാരമാണ് പറയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 32:1. അപ്പോൾ മോശ വന്ന് കർത്താവിൻ്റെ എല്ലാ വചനങ്ങളും ന്യായവിധികളും ജനത്തെ അറിയിച്ചു. കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകളും ഞങ്ങൾ ചെയ്യും എന്ന് ആളുകൾ ഏക സ്വരത്തിൽ ഉത്തരം പറഞ്ഞു. നോക്കുക, കർത്താവ് പറഞ്ഞ എല്ലാ വാക്കുകളും ഞങ്ങൾ ചെയ്യും എന്ന് അവർ ഏക സ്വരത്തിൽ ഉത്തരം പറഞ്ഞതായിട്ട് കണ്ടു. പക്ഷേ ഇതേ ദൈവത്തിൻ്റെ ജനം ഏകദേശം 40 ദിവസങ്ങൾക്ക് ശേഷം ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും സ്വന്തം പ്രയത്നത്താൽ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ കൽപ്പനകൾ നമുക്കനുസരിക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മളെല്ലാവരും അതിനകത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പരാജയപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് എബ്രായരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. കാരണം ദൈവത്തിൽ കൂടെ അല്ലാതെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് ഒരിക്കലും അനുസരിക്കുവാനായിട്ട് സാധിക്കില്ല. അന്ത്യകാലത്ത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവകൽപ്പനയും യേശുവിൻ്റെ വിശ്വാസവും പാലിക്കുന്നവർ എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. വളരെ ലളിതമാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു, ആ സ്നേഹത്തിൽ നിന്ന് നാം അവിടത്തെ അനുസരിക്കുന്നു, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നു. അങ്ങനെ മനോഹരമായൊരു പാഠത്തിലേക്കുള്ളൊരു തുടക്കമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മുൻപോട്ടുള്ള പാഠത്തിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഞായറാഴ്ചത്തെ പാഠം പുസ്തകവും രക്തവും എന്ന് പറയുന്ന ഭാഗമാണ്. ഏത് പുസ്തകമാണ്, എന്ത് രക്തമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപുസ്തകമാണ്. മോശ ദൈവത്തിൻ്റെ കൽപ്പനകളും അതുപോലെ തന്നെ ന്യായപ്രമാണങ്ങളൊക്കെയും മോശ ഒരു നിയമപുസ്തകത്തിനകത്താക്കി അത് രക്തത്താൽ തളിക്കുന്നതാണ് നമ്മൾ ഞായറാഴ്ചത്തെ ഭാഗത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഉടമ്പടിയെ ഉറപ്പിക്കുന്നതായിട്ടുള്ള ഭാഗത്തെക്കുറിച്ചിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കാണുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതലുള്ള ഭാഗം, 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. മോശ ദൈവത്തെ കണ്ട് സീനായ് പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവിടെ ഇപ്രകാരം പറയുന്നു. 3-ാമത്തെ വാക്യം, പുറപ്പാട് 24-ൽ 3-ാമത്തെ വാക്യം, എന്നാറെ മോശ വന്ന് യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളൊക്കെയും എഴുതി അതികാലത്തെ എണീറ്റ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഒരു യാഗപീഠവും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ സംഖ്യക്കൊത്തവണ്ണം 12 തൂണും പണിതു. അതിനുശേഷം അവൻ അതിനകത്തൊരു ഹോമയാഗം അർപ്പിച്ചു, ദൈവത്തിന് സമാധാന യാഗവും അർപ്പിക്കുന്നു. ഈ യാഗം അർപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ രക്തത്തിൻ്റെ പാതി എടുത്ത് ഈ യാഗപീഠത്തിൻ്റെ മേൽ മോശ തളിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ ഉറക്കെ വായിക്കുന്നു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്നവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം മോശ ബാക്കിയുള്ളതായിട്ടുള്ള രക്തമെടുത്ത് ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ മേൽ തളിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കുക, ഇവിടെ നമ്മൾ കാണുന്നത് മോശ ഇത് ഇറങ്ങി വന്നതിന് ശേഷം മോശ സകല വചനങ്ങളും ഈ ജനങ്ങളോട് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളിതെല്ലാം ചെയ്യുമെന്ന് പറയുന്നു. അതിനുശേഷം ഒരു യാഗം ഒരുക്കുന്നു. യാഗം ഒരുക്കിയതിന് ശേഷം അവിടെ ഒരു യാഗം നടത്തുന്നു. അതിൻ്റെ രക്തം എടുക്കുന്നു, അത് യാഗപീഠത്തിൽ തളിക്കുന്നു. മറ്റേ പകുതി ജനങ്ങളോട് ഒരിക്കൽ കൂടെ താൻ എഴുതിയതായിട്ടുള്ള ഈ നിയമങ്ങളും ഒക്കെയും ജനങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോൾ അവർ ഞങ്ങൾ ഇതുപോലെ ചെയ്യാം എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രോമിസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രക്തം അവിടെ തളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, എൻ്റെ ചോദ്യം ഇതാണ്: മോശ എത്ര തവണ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറി
വേദപുസ്തകം എന്താണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? എത്ര തവണ ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ മോശ സീനായ് പർവ്വതത്തിൽ കയറി? നമ്മൾ വേദപുസ്തകം പഠിക്കുന്ന സമയത്ത് ഏകദേശം 8 തവണ മോശ സീനായ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. ആദ്യത്തെ തവണ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയെ വിളിക്കുന്നത് സീനായ് പർവ്വതത്തിലാണ്. അവിടെയാണ് ദൈവം അവനോട് വാഗ്ദത്തം ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളെ തിരികെ ഇവിടെ കൊണ്ടുവരും എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആദ്യത്തെ, അതായത് മോശയുടെ വിളി ആരംഭിക്കുന്നത് സീനായ് പർവ്വതത്തിൽ വെച്ചിട്ടാണ്. രണ്ടാമത്, ദൈവം പറഞ്ഞ വാക്ക് ആ ദൈവം പാലിക്കുകയും ഈ ഇസ്രായേൽ മക്കളെ തിരികെ സീനായ് പർവ്വതത്തിൻ്റെ അടിവാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ദൈവത്തെ കാണുവാനായിട്ട് മോശ ഒരിക്കൽ കൂടെ പർവ്വതത്തിൽ കയറുന്നതായിട്ട് നമ്മൾ കാണും. അവിടെ വെച്ചിട്ട് ദൈവം ഉടമ്പടി സ്ഥാപിക്കുവാനുള്ള ഒരു ഓഫർ മോശയുടെ കയ്യിൽ കൊടുക്കുന്നു. മോശ അത് ജനത്തോട് ചെന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇറ്റ് ഈസ് എ കവണൻ്റ് ഓഫർ. ഈ ഉടമ്പടിയുടെ ഒരു ഓഫർ ദൈവം മോശ വഴി ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. മോശ ഇത് വന്ന് മൂപ്പന്മാരോടൊക്കെയും പറഞ്ഞു, ഇസ്രായേൽ ജനതയോടൊക്കെയും പറഞ്ഞതിന് ശേഷം മോശ പിന്നെയും മുകളിലേക്ക് പോകുന്നു. അവിടെ ദൈവം പറയുന്നു, മോശയെ ഞാനൊരു മീഡിയേറ്ററായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന് അവിടെ പറയുന്നു. അതാണ് മൂന്നാമത്തെ പ്രാവശ്യം മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ തന്നെ മോശ ഏകദേശം 3 പ്രാവശ്യം ഈ പർവ്വതത്തിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യത്തെ തവണ അല്ലാതെ 3 പ്രാവശ്യം ഈ പുറപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. അപ്പം മോശ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ദൈവം അവരോട് പറയുന്നു, ദൈവം മോശയോട് പറയുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയണം, എന്ത് ചെയ്യണം, ഈ പർവ്വതത്തിൽ ഒരു അതിർത്തിയുണ്ട്, ആ അതിർത്തിക്കപ്പുറം നിങ്ങൾ കടന്നു വരരുത് എന്ന് പറയുന്നു. അങ്ങനെ മോശ 4-ാമത്തെ തവണ പർവ്വതത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ ഈ ആജ്ഞ, അതായത് നിങ്ങൾ പർവ്വതത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരരുത്, അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരണപ്പെടും എന്ന് ദൈവം പറഞ്ഞതിന് ശേഷം താഴെ വന്ന് മോശ താഴ്വാരത്തിലേക്ക് വരുന്ന സമയത്താണ് ദൈവം 10 കൽപ്പനകൾ മോശയോടും അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളോടും എന്ത് ചെയ്യുന്നു, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പറയുന്നത്. അത് ഇടിമിന്നലായിട്ടാണ് അവിടെ കേൾക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 4-ാമത്തെ പ്രാവശ്യം മോശ പോയിട്ട് താഴേക്ക് വന്നതിന് ശേഷമാണ് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം ഈ 10 കൽപ്പനകൾ കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളൊക്കെയും ഭയങ്കരമായിട്ട് പേടിച്ചു. അവർ മോശയോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്കിനി ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് നീ തന്നെ എന്ത് ചെയ്യണം, സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ 5-ാമതും എന്ത് ചെയ്യുന്നു, സീനായ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. ഇതാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 21-ാമത്തെ അധ്യായം മുതൽ മോശ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ സീനായ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നു. ഈ സീനായ് പർവ്വതത്തിലേക്ക് പോകുന്ന ഈ സമയത്താണ് ദൈവം ബാക്കിയുള്ളതായിട്ടുള്ള ആചാര നിയമപ്രമാണങ്ങളും അതുപോലെ തന്നെ പൊതു നിയമങ്ങളും മോശയോട് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീനായ് ഉടമ്പടിയിൽ ദൈവം നേരിട്ട് നൽകിയതായിട്ടുള്ള 10 കൽപ്പന, ആ 10 കൽപ്പന പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ദൈവം നേരിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം ജനം പറയുന്നു, ഞങ്ങൾക്കിനി ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ ഭയമാണ്, നീ തന്നെ സംസാരിക്കുമെന്ന് പറഞ്ഞ് മോശ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നു. അവിടെ ദൈവം മോശയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെയാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് ബാക്കിയുള്ള ആചാര നിയമപ്രമാണങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കുന്നത്. ഇതിന് ശേഷം മോശ താഴെ ഇറങ്ങി വന്നതിന് ശേഷം മോശ ഈ ദൈവമക്കളോട് ഈ കേട്ടതായിട്ടുള്ള വചനങ്ങളൊക്കെയും പറയുകയും ഞങ്ങൾ ഇത് പ്രകാരം അനുസരിക്കാം എന്ന് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ മുമ്പാകെയും മോശയുടെ മുമ്പാകെയും പറയുകയും ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇതിന് ശേഷം മോശ ഇതെല്ലാം ഒരു പുസ്തകത്തിലേക്ക് മാറ്റുന്നു. ഇതൊരു പുസ്തകമാക്കി മാറ്റിയതിന് ശേഷം ഈ ഉടമ്പടി ഉറപ്പിക്കുന്നത് ഒരു യാഗം അർപ്പിച്ച് ആ യാഗത്തിൻ്റെ രക്തം ഈ പറഞ്ഞതായിട്ടുള്ള യാഗപീഠത്തിലും തെളിച്ച് അതിനുശേഷം ഈ നിയമപുസ്തകമൊക്കെയും ഇസ്രായേൽ ജനങ്ങളോട് വായിച്ച് കേൾപ്പിക്കുന്നു. വായിച്ച് കേട്ട് അവർ പിന്നെയും ദൈവത്തിൻ്റെ ഈ വാക്യങ്ങൾ ഞങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ ഉടമ്പടി ഉറപ്പിക്കലിൻ്റെ അവസാന ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, രക്തമെടുത്ത് ഈ ജനത്തിൻ്റെ മേൽ തളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നോക്കുക, ഇത് നടക്കുന്നത് മോശ 5-ാമത്തെ തവണ സീനായ് പർവ്വതത്തിൽ പോയി വന്നതിന് ശേഷമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനുമായിട്ടൊരു ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കേണ്ടുള്ള കാര്യം, ദൈവത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം
നമ്മളുമായിട്ട് വ്യക്തിപരമായിട്ടൊരു ബന്ധം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ ശ്രമിക്കുകയും എന്നാൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം യാതൊരു ഉപാധിയും കൂടാതെ നമ്മളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ, ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം ഇപ്രകാരം പറയുന്നത്, യോഹന്നാൻ്റെ പുസ്തകം 12:32 ഇപ്രകാരം പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. നമ്മൾ ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് നമ്മളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് സൃഷ്ടിപ്പിൻ്റെ സമയം മുതൽ വളരെയധികം വ്യക്തമാണ്. കാരണം സൃഷ്ടിപ്പിൻ്റെ സമയത്ത് ദൈവം തന്നതായിട്ടുള്ള കൂദാശകൾ, പ്രത്യേകിച്ച് ശബദ് എന്ന് പറയുന്ന കൂദാശ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തെ കാണിക്കുന്നു. അതുപോലെ തന്നെ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. ദൈവം നമ്മളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ, അത് പ്രത്യേകിച്ച് രണ്ട് തരത്തിലുള്ള ബന്ധമുണ്ട്. വെർട്ടിക്കലായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഉയരത്തിലുള്ള ബന്ധം, ശബദ ബന്ധം പോലുള്ളൊരു ഉയരത്തിലുള്ളൊരു ബന്ധവും, അതുപോലെ തന്നെ സമാന്തര ബന്ധമായിട്ടുള്ള വിവാഹബന്ധം, മനുഷ്യനും പോലുള്ള ബന്ധത്തെക്കുറിച്ചും ദൈവം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം, സീനായ് ഉടമ്പടി ഉറപ്പിക്കാൻ ദൈവം തൻ്റെ ജനവുമായി ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക ബന്ധത്തെ ശക്തിപ്പെടുത്തി. ദൈവം ആവശ്യപ്പെടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കാം എന്ന് അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബലഹീനതകളിൽ നമുക്കൊരിക്കലും ഒരു പക്ഷേ ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ എത്ര തവണ ഇതുപോലെ ചെയ്തിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. കാരണം വേദപുസ്തകത്തിലെ പല ആൾക്കാരും ഇതുപോലെ പരാജയപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ അവർ വേദപുസ്തകത്തിനകത്ത് റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഞാൻ നല്ലത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തു ചെയ്യുന്നു? ഞാൻ തിന്മ പ്രവർത്തിക്കുന്നു. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. പക്ഷേ നമുക്കൊരു നല്ല വാർത്തയുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കും നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ 2 തവണ ദൈവത്തിൻ്റെ സന്നിധിയിൽ, എല്ലാം കൂടെ 3 തവണ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 1 തവണയും, പുറപ്പാടിൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 1 തവണയും, പുറപ്പാടിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ 2 തവണയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒച്ചത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നീ പറയുന്നതൊക്കെയും ചെയ്യും, നിൻ്റെ കൽപ്പനകളൊക്കെയും ഞങ്ങൾ അനുസരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നമുക്കനുസരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാനുഷികമായിട്ട് നമുക്കൊരിക്കലും അത് സാധിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഈ കൽപ്പനകൾ നമുക്ക് അനുസരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ഏക പരിഹാരം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിങ്കളാഴ്ചത്തെ പാഠം ദൈവത്തെ കാണുന്നു. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന തിയോഫാനി എന്നുള്ളതാണ്. ദൈവത്തെ കാണുന്നു. ഈ ഉടമ്പടി ഉറപ്പിക്കലിന് ശേഷം നമ്മൾ ഞായറാഴ്ചത്തെ പാഠത്തിനകത്ത് രക്തത്താൽ ഉടമ്പടി ഉറപ്പിക്കുന്നതായിട്ട് കാണും. ഈ രക്തം എന്തിനെ സൂചിപ്പിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അല്ലെങ്കിൽ ആ യാഗത്തെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് രക്തം കൊണ്ട് ഉടമ്പടി ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യർ മാനുഷികമായിട്ട് ഞങ്ങൾ നിന്നെ നീ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിക്കും എന്ന് പറഞ്ഞിട്ടും അവിടെ ഒരു രക്തത്തിൻ്റെ ആവശ്യം അവിടെ വേണ്ടി വരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെ അല്ലാതെ ഒരുവനും പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ എത്രയൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം എന്ന് പറഞ്ഞിരുന്നാലും യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ, അതിൽ കൂടെയുള്ള ശക്തിയിൽ കൂടെ അല്ലാതെ ഇത് സാധിക്കില്ല. അതുകൊണ്ടാണ് രക്തത്താൽ അവിടെ ബന്ധത്തെ ഉറപ്പിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, ഇപ്രകാരം ദൈവവുമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിച്ചതിന് ശേഷം ഇസ്രായേലിലെ മൂപ്പന്മാരെ, പ്രത്യേകിച്ച് 73 മൂപ്പന്മാരെ ദൈവം സീനായ് പർവ്വതത്തിലേക്ക് ക്ഷണിക്കുകയും
അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് അവർക്ക് മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ആഹാരം ദൈവം ഒരുക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതലാണ് അവിടെ കാണുന്നത്. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു, സീനായ് പർവ്വതത്തിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കാണുന്ന പോലെ മോശ 5 പ്രാവശ്യം ഓൾറെഡി സീനായ് പർവ്വതത്തിൽ കയറുന്നു. ഇത് 6-ാമത്തെ തവണയാണ് കയറുന്നത്. 7-ാമത്തെ തവണ കയറുന്ന സമയത്താണ് ദൈവം കൽപ്പനകളൊക്കെയും തൻ്റെ കൈകൊണ്ട് എഴുതിയതായിട്ടുള്ള കൽപ്പനകളിലാക്കിയിട്ട് മോശയുടെ കയ്യിൽ കൊടുക്കുന്നത് 7-ാമത്തെ പ്രാവശ്യം പോകുന്ന സമയത്താണ്. ഇവിടെ നമ്മൾ ഈ ഇസ്രായേലിൻ്റെ മൂപ്പന്മാരൊക്കെയും അവിടെ ചെന്നതിന് ശേഷം അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു, അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. നോക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ വേറൊരു വേദപുസ്തകം ഒരിക്കലും കോൺട്രഡിക്റ്റ് ചെയ്യത്തില്ല. കാരണം വേറൊരിടത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മോശ പോലും ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ മുഖാമുഖമല്ല കണ്ടത്, അതും അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പാദം വച്ചിരിക്കുന്നതായിട്ടുള്ള വലിയ മഹിമേറിയതായിട്ടുള്ള ആ ഭാഗം അത് നീലക്കല്ല് പടുത്ത തളം പോലെയും ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ ഇവർ ആയിരുന്നു എന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഇപ്രകാരമായിരുന്നു അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്ക്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക. ഇവിടെ ദൈവത്തോടൊപ്പം അവർ ഭക്ഷണം കഴിച്ചു, ദൈവം അവർക്കൊരു ആതിഥേയനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ എത്ര പേര് അപ്രകാരമുള്ള ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഒരു നാൾ നമ്മൾ ദൈവവുമൊത്ത് അബ്രഹാമിനോടൊപ്പവും അതുപോലെ തന്നെ യോബിനൊപ്പവും ഒക്കെയും നമുക്ക് ആഹാരം കഴിക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു ദിവസം. ഇവിടെ ദൈവത്തോടൊപ്പം ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു. ദൈവം അവരുടെ ആതിഥേയനായിരുന്നു. ദൈവം അത്രമാത്രം അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിച്ചിരുന്നു. ദൈവം അവരെ അത്രമാത്രം ബഹുമാനിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 തവണയാണ് അവിടെ പറയുന്നത് ദൈവം എന്ത് ചെയ്യുന്നു, അവർ ദൈവത്തെ കണ്ടു എന്ന് 2 തവണ പറയുന്നുണ്ട്. അപ്പം ഈ മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് അത് ചില പ്രത്യേക കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അതായത് അവർ ആ കഴിക്കുന്ന ആൾക്കാരോട് അവർ ക്ഷമിക്കുവാനും അവരെ സഹായിക്കുവാനും ഒക്കെയും അവരുടെ സന്നദ്ധതയാണ് ആ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൽ കൂടെ അവിടെ കാണുന്നത്. ഈ മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ അവിടെ ഈ ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തറയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നിന്നായിരിക്കും അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നത്. ഇവിടെ അപ്രകാരം ദൈവത്തോടൊപ്പം ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയും അവർ അംഗീകരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു കക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ കക്ഷി രക്ഷിക്കും എന്നുള്ളതാണ് ഈ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കുക, എന്നാൽ ഭക്ഷണം നിരസിക്കുന്നതും ഒരു വല്ലാത്തൊരു ഇൻസൾട്ടാണ്. അങ്ങനെ നിരസിക്കുന്നത് അവർക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു പാപികളോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്രമാത്രം പരീശന്മാർ ദേഷ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്രകാരമാണ് ദൈവത്തോടൊപ്പം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഭക്ഷണം പങ്കുവയ്ക്കുന്നത്? നിങ്ങൾക്കറിയാമോ എന്നെനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ അപ്രകാരം ഒരു ക്വാർട്ടറിൽ ഒരിക്കലെങ്കിലും തിരുവത്താഴ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അവിടെ നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തവും ശരീരവും നമ്മൾ പങ്കിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു ആതിഥ്യവും ആ സ്നേഹവും ആ ക്ഷമയും നമ്മളിലേക്ക് എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഈ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ വലിയ രക്ഷാപദ്ധതിയും വലിയ സ്നേഹത്തെയും നമ്മൾ അംഗീകരിക്കുകയാണ്. നമ്മൾ അപ്രകാരം തിരുവത്താഴം എടുക്കുന്ന സമയത്ത്, ചിലവർ പള്ളിയിൽ തിരുവത്താഴം എടുക്കുന്ന സമയത്ത് പള്ളിയിൽ വരാറില്ല, കാരണം പങ്കെടുക്കാറില്ല, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഏർപ്പെടാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് അത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നിരസിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം,
ഇത്രയും വലിയ അനുഭവമുണ്ടായിട്ട് ദൈവത്തോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടും ഈ മൂപ്പന്മാരിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല സാഹചര്യങ്ങളിലും ദൈവവുമായിട്ട് പല അനുഭവങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ, നമ്മളെ മാനസാന്തരപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കും ഈ മൂപ്പന്മാരുടെ അനുഭവമായിരിക്കും. കാരണം അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: മോശയോടൊപ്പം പോയ ചില പുരുഷന്മാർ പാപത്തിൽ വീണ് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് ലേവ്യരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ നന്മയാണ് അവർ തിരസ്കരിച്ച് കളഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് ലേവ്യരുടെ മക്കളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയൊക്കെയും അനുഭവങ്ങളുണ്ടായിട്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണെങ്കിലും ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അനുഭവങ്ങൾ ഒരു വലിയ വീഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഉടമ്പടി ഉറപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു, രക്തം കൊണ്ട് ഉറപ്പിക്കുന്നതായിട്ട് കണ്ടു. അതിനുശേഷം മനോഹരമായിട്ടുള്ള ഒരു ആഹാരം ദൈവമായിട്ട് കൊടുക്കുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം ഈ ഇസ്രായേൽ മക്കൾ ഇത്രയൊക്കെയും പറഞ്ഞുവെങ്കിലും, ഞങ്ങളിതൊക്കെയും അനുസരിക്കുമെന്ന് പറഞ്ഞുണ്ടെങ്കിലും അവർ ഭീകരമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗം അനുസരിക്കുവാനുള്ള ശക്തി എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള ഭാഗം. നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞതുപോലെ 3 പ്രാവശ്യം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് മുമ്പിൽ വാഗ്ദത്തം ചെയ്യുകയാണ്, ഞങ്ങൾ അനുസരിക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഇത് അവർക്ക് മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ളത്. വേദപുസ്തകത്തിലുടനീളം മനുഷ്യൻ്റെ ഈ ബലഹീനത, ഈ മനുഷ്യരെത്രമാത്രം ദുർബലരാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് പഴയ നിയമപുസ്തകത്തിലും പുതിയ നിയമപുസ്തകത്തിലും ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒക്കെയും നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ ഇനി മുതൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കും എന്ന് നമ്മൾ പലപ്പോഴും പ്രതിജ്ഞ എടുക്കാറുണ്ട്. പക്ഷേ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട്. ഇതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് ഒരു വലിയ നിയമജ്ഞൻ രാത്രി കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചോദിക്കുന്നുണ്ട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ഉപദേഷ്ടകനാണെന്നറിയാം, കാരണം നിൻ്റെ അത്ഭുതങ്ങളൊക്കെയും ദൈവം കൂടെ ഇല്ലെങ്കിൽ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് ആ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞ മറുപടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിക്കോദിമസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, അതങ്ങനെ സാധിക്കും? വൃദ്ധനായ ശേഷം എങ്ങനെ നമുക്കൊന്നും കൂടെ ജനിക്കുവാനായിട്ട് സാധിക്കും? യേശുക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാനായിട്ട് സാധിക്കുകയില്ല. കാരണം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവിനാൽ ആകുന്നു. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിപ്പ്, ആത്മാവിനാലുള്ള ഒരു പുതിയ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായത്തിനകത്തും അതുപോലെ തന്നെ 8-ാമത്തെ അധ്യായത്തിനകത്തും നമ്മൾ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എനിക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല, കാരണം എൻ്റെ കൈകളിലൊക്കെയും ഉള്ളത് വേറൊരു ന്യായപ്രമാണമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെയും എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ്. കാരണം യെരമ്യാവിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം 23-ാമത്തെ വാക്യം പറയുന്നത്, ഒരു കുശ്യന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? നമുക്ക് ആർക്കും നമ്മുടെ പ്രകൃതം മാറ്റുവാനായിട്ട് സാധിക്കില്ല. നമ്മളെല്ലാം ജനിച്ച് വീഴുമ്പോഴും നമ്മുടെ DNA-യിലുള്ള പ്രകൃതം എന്ന് പറയുന്നത് പാപപ്രകൃതമാണ്. അതൊരിക്കലും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ആ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ 13-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിന് ഇപ്രകാരം പറയുന്നു, എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും.
എപ്രകാരമാണ് നമുക്ക് കഴിയുന്നത്? അത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ന്യായപ്രമാണമൊന്നും അനുസരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ശരിയാണ്, അനുസരിക്കാൻ പറ്റത്തില്ല. അനുസരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ അനുസരിക്കാൻ പറ്റാത്തതിനെ അനുസരിപ്പിക്കാനാണ് ദൈവപുത്രൻ നമ്മുടെ സന്നിധിയിലേക്ക് വന്നത് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു എന്ന് കാണുന്നു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാകേണ്ടതിന് തന്നെ എന്ന് കാണുന്നു. ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പാഠത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 26 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഇവിടെ ഒരു നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മകനോ മകളോ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു ഓപ്പറേഷന് വിധേയനാകണം, ഒരു ഹാർട്ട് സർജറിക്ക് വിധേയനാകണം. അത് ഇപ്രകാരമാണ് ആ ഹാർട്ട് സർജറി. അത് നടത്തുന്നത് ദൈവമാണ്. നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയങ്ങളെ മാറ്റി ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു ഹൃദയം നമ്മളിൽ സ്ഥാപിക്കും എന്നവിടെ കാണും. നമുക്ക് വായിക്കാം യെഹെസ്കേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായിട്ടുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. നോക്കുക, എത്ര തവണ ഇവിടെ ഞാൻ എന്ന് പറയുന്ന വാക്ക് ദൈവം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നോക്കുക. ഞാൻ നിങ്ങൾക്കൊരു ഹൃദയം തരും, ഞാൻ നിങ്ങൾക്കൊരു ആത്മാവിനെ തരും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്കാക്കും, കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ മാറ്റിയിട്ട് മാംസളമായിട്ടുള്ളൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ ഞാൻ നടത്തുമാറാക്കും. നോക്കുക, അവിടെ പറയുന്നത് നിങ്ങൾ നടക്കുമെന്നല്ല. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലായിക്കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിച്ച് ദൈവത്തിൻ്റെ വഴികളിൽ നടത്തും എന്നാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. നോക്കുക, അപ്പം ഇസ്രായേൽ മക്കൾ ഇവിടെ തോറ്റെടുത്ത് ദൈവം ഇത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ദൈവമാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്ക് യോശുവയുടെ പുസ്തകം അതിൻ്റെ 24:19 പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നതല്ല എന്ന് അവിടെ കാണും. നോക്കുക, ദൈവത്തെ പിന്തുടരുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാണ് നമ്മുടെ ധർമ്മം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തെ തീരുമാനിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ആ തിരഞ്ഞെടുക്കാം. അത് ഈ പാഠത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം, നമ്മൾ ചൊവ്വാഴ്ചത്തെ ഭാഗം, അതിൻ്റെ 3-ാമത്തെ പാരഗ്രാഫാണ്. അത് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തെ പിന്തുടരുവാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. അതാണ് നമ്മുടെ ധർമ്മം. ഓരോ നിമിഷവും ദൈവത്തിന് കീഴടങ്ങുക എന്ന തിരഞ്ഞെടുപ്പ് നാം നടത്തണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഇന്ന് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെയും ഇതിനൊക്കെയും മാറ്റിയിട്ട് ദൈവത്തെ പിന്തുടരുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, അത് എങ്ങനെയാണ്? എപ്പോഴെങ്കിലും ഒരിക്കലാണോ? ഇല്ല. ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന് കീഴടങ്ങുക എന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തണം. കാരണം ദൈവത്തെ സേവിക്കുവാനുള്ള നമ്മുടെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് പോലും നിറവേറ്റുവാൻ നമുക്ക് ശക്തിയില്ല. എന്നാൽ നമ്മുടെ ബലഹീനത ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ ശക്തരാക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആര് നമ്മളെ ശക്തനാക്കും? ദൈവം നമ്മളെ ശക്തനാക്കും. ഞാനാകുന്നവൻ ഞാൻ ആകുന്നു എന്ന് ആ വലിയ ദൈവം, ആ ദൈവം നമ്മളെ ശേഖരിക്കുന്നു, നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മളെ മാറ്റുന്നു, നമ്മളെ പുനഃസ്ഥാപിക്കുന്നു, നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റം വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഊന്നൽ എന്ന് പറയുന്നത് നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിലാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലാണ്.
ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് അവിടെ കാണുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, രക്ഷയും അതുപോലെ തന്നെ നീതീകരണവും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ഇന്നത്തെ പാഠത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് അനുസരണയും ദൈവത്തിൻ്റെ ദാനമാണ്. ആ അനുസരണ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുവാനായിട്ട് സാധിക്കില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വേദപുസ്തക പ്രകാരം നമ്മൾ മഠയന്മാരാണ്. കാരണം ഇത് അനുസരണ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, അനുസരണ ദൈവത്തിൻ്റെ ദാനമാണ്. തീർച്ചയായിട്ടും നമ്മൾ പാപങ്ങളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അനുസരിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത് എന്ന് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ബുധനാഴ്ചത്തെ പാഠം തൻ്റെ ജനത്തിൻ്റെ നടുവിൽ എന്ന് പറയുന്ന ഭാഗമാണ്. ഞാൻ നേരത്തെ മോശ എത്ര തവണ സീനായ് പർവ്വതത്തിൻ്റെ മുകളിൽ പോയി എന്ന് പറഞ്ഞു. 6ാമത്തെ തവണ പോകുന്ന സമയത്താണ് മൂപ്പന്മാരുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത്. അവിടെ ഒരു ആഹാരമൊക്കെയും കഴിക്കുന്നത് നമ്മൾ കണ്ടു. 7ാമത്തെ തവണ ദൈവം മോശയോട് കയറി വരാൻ പറഞ്ഞത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, തൻ്റെ ജനത്തിൻ്റെ മധ്യേ വസിക്കുവാനായിട്ട് ഒരു വിശുദ്ധ മന്ദിരം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പറയുവാൻ. അതൊരു സാധാരണ മന്ദിരമല്ല, അത് ദൈവം ഉദ്ദേശിക്കുന്നത് പോലെ പണിയുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുവാനും, അതുമാത്രമല്ല 10 കൽപ്പനകൾ തൻ്റെ കയ്യാൽ എഴുതി മോശയുടെ കയ്യിൽ കൊടുക്കുവാനുമായിട്ടാണ് 7ാമത്തെ തവണ മോശയെ ദൈവം വിളിക്കുന്നത്. ഇത്തവണ പോയ സമയത്താണ് ഏകദേശം 40 പകലുകളും 40 രാവും ദൈവം മോശയോടൊപ്പം ആയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവിടെ തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ദൈവം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം, നമ്മൾ തന്നെ പഠിക്കുകയുണ്ടായി, എത്ര തവണ ഇസ്രായേൽ മക്കൾ ദൈവത്തെക്കുറിച്ച് പെറുപിറുത്തു, ദൈവത്തെക്കുറിച്ച് പഴിച്ചു, ദൈവത്തെ മറന്നു പോയതായിട്ടുള്ള പല ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിട്ടും ഇത്രയൊക്കെയും ചെയ്തിട്ടും ഈ സീനായ് പർവ്വതത്തിൽ ഈ ഉടമ്പടിക്ക് ശേഷം ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ നിന്ന് അവരെ ഉപേക്ഷിച്ചില്ല, അവർ വീണ്ടും സ്വർഗത്തിൻ്റെ പ്രീതിയിലേക്ക് എടുക്കപ്പെട്ട ശേഷം അവർക്ക് വിശുദ്ധ മന്ദിരം പണിയുവാൻ ദൈവം കൽപ്പന നൽകി. അവർ വിശുദ്ധ മന്ദിരം പണിയുവാനായിട്ട് ആരംഭിച്ചു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ദൈവം ഏതെങ്കിലും അമ്പലങ്ങളിലോ പള്ളികളിലോ ഒന്നും ഒതുങ്ങുന്ന ഒരാളല്ല എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 7:47 മുതൽ 50 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 17:34 വായിക്കുന്ന സമയത്ത് ഇപ്രകാരമാണ് കാണുന്നത്, ലോകത്തിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തെയും ഭൂമിയുടെയും നാഥനാണ്, മനുഷ്യ കൈകളാൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ അവൻ വസിക്കുന്നില്ല എന്ന് കാണുന്നു. പക്ഷേ ഇതൊക്കെയും ആണെങ്കിലും ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാനായിട്ട് ഒരു വിശുദ്ധ മന്ദിരം പണിയുവാൻ തൻ്റെ ജനത്തിൻ്റെ ഒത്ത മധ്യത്തിൽ, അവർ പാളയം ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഒത്ത മധ്യത്തിൽ ഒരു വിശുദ്ധ മന്ദിരം പണിയുവാനായിട്ട് ദൈവം മോശയോട് കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള പൊന്ന്, വെള്ളി ഇതെല്ലാം തന്നെ ഇസ്രായേൽ മക്കൾ കൊണ്ടുവരണമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായം മുതൽ 27-21 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ സമാഗമന കൂടാരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗീയ സമാഗമന കൂടാരത്തിൻ്റെ ഒരു രൂപരേഖയാണ്, ഒരു മാതൃകയാണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എബ്രായരുടെ പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. സ്വർഗത്തിൽ ഒരു സത്യകൂടാരമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്ന ഒരു സത്യകൂടാരമുണ്ട്. ആ സത്യകൂടാരത്തിൻ്റെ മാതൃകയിലാണ്, അതായത് ദൈവം എങ്ങനെ തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നതിൻ്റെ രക്ഷാപദ്ധതി കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു, ഒരു മാതൃക ഉണ്ടാക്കുവാനായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വളരെ ചുരുക്കത്തിൽ ഞാനത് പറഞ്ഞുതരാം. ഈ വിശുദ്ധ മന്ദിരത്തിനകത്ത് 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഈ പ്രാകാരത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്നൊരു യാഗപീഠം, പിന്നെ ഒരു താമ്രത്തൊട്ടി. താമ്രത്തൊട്ടിക്കകത്തൊരു വെള്ളവും കാണുവാനായിട്ട് സാധിക്കും.
ഈ വിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് അവിടെ 3 കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു കാഴ്ചയപ്പം ഇരിക്കുന്നതായിട്ടുള്ളൊരു മേശ, 7 തണ്ടുള്ള നിലവിളക്ക്, പിന്നെ ഒരു ധൂമപീഠം, അതായത് സുഗന്ധത്തിൻ്റെ പുക ഉയരുന്നതായിട്ടുള്ള ഒരു ധൂമപീഠം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ ആർക്ക് ഓഫ് ദ കവണൻറ്റ്, നിയമപ്പെട്ടകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നിയമപ്പെട്ടകത്തിനകത്ത് പ്രധാനമായിട്ടും 10 കൽപ്പനകളാണുള്ളത്. ഈ 10 കൽപ്പന ഉൾപ്പെടുന്നതായിട്ടുള്ള നിയമപ്പെട്ടകത്തിൻ്റെ പുറമേയുള്ള ഭാഗത്തിനകത്ത് 2 ദൂതന്മാർ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതായിട്ട് കാണും. ഈ നിയമപ്പെട്ടകത്തിൻ്റെ മുകളിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ കൃപാസനം എന്ന് വിളിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത്, ഈ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ ഒരു രക്ഷാപദ്ധതിയെ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമാഗമന കൂടാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ഈ സമാഗമന കൂടാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സമാഗമന കൂടാരത്തിന് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. കാരണം കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവിടെ ഒരു യാഗപീഠമുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചതായിട്ടുള്ള കുഞ്ഞാട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ യാഗപീഠത്തിന് ശേഷം നമുക്ക് ഒരു താമ്രത്തൊട്ടിയും അതിനകത്ത് വെള്ളവും കാണും. കാരണം കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവജലം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കടക്കുന്ന സമയത്ത് അവിടെ ഒരു കാഴ്ചയപ്പമുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൽ നിന്ന് വരുന്ന വചനത്തെയാണ് ഈ കാഴ്ചയപ്പം സൂചിപ്പിക്കുന്നത്. ഇപ്പുറത്ത് ഒരു നിലവിളക്കുണ്ട്. ഈ നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു, നല്ല പ്രവർത്തികളെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇത് കൂടാതെ അവിടെ ഒരു ധൂമപീഠമുണ്ട്. അതിൽ നിന്ന് വരുന്ന പുക എന്ന് പറയുന്നത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. ഇതിന് ശേഷം അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കടക്കുന്ന സ്ഥലത്ത് അവിടെ ദൈവത്തിൻ്റെ 10 കൽപ്പന ഉൾപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇതൊരു രക്ഷാപദ്ധതിയാണ്. കാരണം ഇതെല്ലാം തന്നെ ഈ 10 കൽപ്പനയുടെ പൂർത്തീകരണമാണ് കർത്താവായ യേശുക്രിസ്തു. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിലും ഭൂമിയിലും ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഈ വിശുദ്ധ മന്ദിരത്തിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു രക്ഷയുടെ യാത്രയും നമുക്ക് ഈ വിശുദ്ധ മന്ദിരത്തിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അംഗീകരിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ താമ്രത്തൊട്ടി എന്ന് പറയുന്നത് അത് സ്നാനത്തെ സൂചിപ്പിക്കുന്നതാണ്. മൂന്നാമത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് ദിനംപ്രതിയുള്ള ശുശ്രൂഷയാണ് അതിനകത്ത് കാണുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വരുന്ന ഒരാൾ സ്നാനപ്പെട്ടതിന് ശേഷം അതിവിശുദ്ധ സ്ഥലത്ത് കാണുന്നതായിട്ടുള്ള 3 ഉപകരണങ്ങളുണ്ട്. അതായത് ഒന്ന് കാഴ്ചയപ്പം, ദൈവത്തിൻ്റെ വചനം പഠിക്കുക. പിന്നെ ഉള്ളത് ധൂമപീഠം, അതായത് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക. അതുപോലെ തന്നെ 4ാമത് അവിടെ കാണുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 7 തണ്ടുള്ള നിലവിളക്ക്. ഈ 7 തണ്ടുള്ള നിലവിളക്ക് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് വരുന്ന ഒരാൾ ഈ പറഞ്ഞ പ്രാകാരത്തിൽ കാണുന്ന യാഗപീഠത്തിൽ കാണുന്നതായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിനംപ്രതി നമ്മൾ ദൈവത്തോടുകൂടെയുള്ള ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ കാണും. അത് പ്രാർത്ഥനയാലും അതുപോലെ തന്നെ ദൈവവചനത്താലും നമ്മുടെ സാക്ഷ്യത്താലുമാണെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതിനെല്ലാം ഉപരി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് 10 കൽപ്പനകളെ കാണുവാനായിട്ട് സാധിക്കുന്നു. 10 കൽപ്പനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരണമാണ്. നിയമം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം ഇപ്രകാരം രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ഒരാൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ആത്മാവിൽ അനുസരിക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും വിശുദ്ധ മന്ദിരത്തിൽ എപ്രകാരമാണ് നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി കാണുന്നതെന്ന് മനസ്സിലായി കാണും. ആ യാഗപീഠം മുതൽ ദൈവത്തിൻ്റെ കൽപ്പന ഇരിക്കുന്നതായിട്ടുള്ള അതിവിശുദ്ധ സ്ഥലത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരു വ്യക്തി എപ്രകാരമാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. പല സഭകളും പറയുന്നത് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ മാത്രം മതിയെന്ന് പറയും. പക്ഷേ ഈ സമാഗമന കൂടാരം നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് മാത്രം പോരാ രക്ഷിക്കപ്പെടുവാൻ. ദൈനംദിനമുള്ള വിശദീകരണം പ്രാർത്ഥനയാലും
അതുപോലെ തന്നെ പ്രാർത്ഥനയാലും ദൈവവചന പഠനത്താലും സാക്ഷ്യത്താലും ഏറ്റവും അധികമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിവർത്തിക്കുന്നതിലും കൂടെയും ആണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യാഴാഴ്ചത്തെ പാഠം നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ദൈവാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മോശ ഏകദേശം 8 പ്രാവശ്യം സീനായി പർവ്വതത്തിലേക്ക് കയറുന്നതായിട്ട് കണ്ടു. അതിനകത്ത് 7ാമത്തെ തവണയാണ് കയറുന്ന സമയത്താണ് ദൈവം 10 കൽപ്പനകളൊക്കെയും കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതേ സമയത്താണ്, അതായത് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ തൻ്റെ കൈവിരലുകളാൽ ഒരു 2 കൽപ്പലകളിൽ എഴുതി മോശയോട് കൊടുക്കുന്ന അതേ സമയത്താണ് സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണപ്പെടുന്നതായിട്ടുള്ള കാര്യം പുറപ്പാടിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായം മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഈ സമാഗമന കൂടാരം അതിനോടനുബന്ധിച്ച ശുശ്രൂഷകളും എപ്രകാരമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ജനത്തോട് മോശയിൽ കൂടെ ദൈവം വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പുരോഹിതന്മാർ ധരിക്കേണ്ടതായിട്ടുള്ള വസ്ത്രം, അതിനെ നമ്മൾ എഫോദ് എന്നാണ് പറയുന്നത്. ആ എഫോദ് വസ്ത്രം ധരിക്കണമെന്നും അതിനകത്ത് ഉറീമും തുമീമും എന്ന് പറയുന്ന പതക്കങ്ങൾ ഉണ്ടായിരിക്കണമെന്നൊക്കെയും വളരെ വിശദമായിട്ട്, അത് മാത്രമല്ല ഈ സമാഗമന കൂടാരത്തിനകത്തുള്ള തിരശീല എപ്രകാരമായിരിക്കണം, അതിൻ്റെ പണികൾ എപ്രകാരമായിരിക്കണം എന്നൊക്കെയും വളരെ വിശദമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബെസലേൽ എന്നാണ് പറയുന്നത്. ബെസലേലിനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നോക്കുക, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ വേദപുസ്തകത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ചു എന്ന് പറഞ്ഞ് എഴുതി കാണുന്നത്. അത് ഈ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അത് പണിയുവാനായിട്ട് ആ സമാഗമന കൂടാരത്തിലെ വസ്തുക്കൾ പണിയുവാനായിട്ട് തിരഞ്ഞെടുത്തതായിട്ടുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് വന്നതായിട്ടുള്ള കരകൗശല വിദ്വാൻമാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കുക, ഇപ്രകാരം സമാഗമന കൂടാരത്തിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കർത്താവായ ദൈവം മോശയോട് പറഞ്ഞതിന് ശേഷം ദൈവം വളരെ പ്രത്യേകമായിട്ട് ശബദിനെക്കുറിച്ച് എടുത്തു പറയുന്നതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ 10 കൽപ്പനയിൽ 4ാമത്തെ കൽപ്പനയായിട്ടുള്ള ശബദിന് വളരെ പ്രാധാന്യത്തോടു കൂടി, അതായത് ഈ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞു, അതിനുശേഷം ഈ സമാഗമന കൂടാരത്തെക്കുറിച്ചൊക്കെയും വിശദീകരിച്ചതിന് ശേഷം ഒരിക്കൽ കൂടെ ദൈവം ശബദിനെക്കുറിച്ച് വളരെയധികം വിശദമായിട്ട് മോശയോട് പറയുന്നതായിട്ട് കാണുന്നു. കാരണം അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവമാണെന്ന് അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ ഒരു അടയാളമായി ഞാൻ എൻ്റെ ശബദുകളെ അവർക്ക് നൽകി എന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകം 20:12 കാണിക്കുന്നു. തീർച്ചയായിട്ടും ശബദിന് പല അർത്ഥങ്ങളുണ്ട്. അതായത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തെ നമ്മളെ സ്മരിക്കുന്നതായിട്ടുള്ള ദൈവമാണ്, നമ്മളെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തവനായിട്ടുള്ള ദൈവമാണ്. എന്നാൽ നമ്മൾ ഈ പുറപ്പാടിൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 31-ാമത്തെ അധ്യായത്തിനകത്ത് കാണുന്നത് പോലെ ഇതിനൊക്കെയും പുറമെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധനായ ഒരു ദൈവത്തെയും കുറിച്ചിട്ടാണ് ഈ ശബദ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തൻ്റെ സാന്നിധ്യത്താൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ എപ്രകാരം ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, ദൈവാത്മാവിലൂടെ ദൈവവചനത്തിലൂടെ സ്നേഹവും നിസ്വാർത്ഥമായ ക്ഷമിക്കുന്ന സ്വഭാവവും പ്രതിഫലിക്കുന്നവരായിട്ട് നമ്മൾ എപ്രകാരം മാറണം എന്ന് ഇത് നമ്മളെ കാണിക്കുന്നു. നോക്കുക, ദൈവം മോശയ്ക്ക് നൽകിയ അവസാനത്തെ സമ്മാനമാണ് ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. ഈ 10 കൽപ്പനകൾ നമ്മൾ സമാഗമന കൂടാരത്തിനകത്ത് അതിവിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, എപ്രകാരമാണ് ഈ രക്ഷാപദ്ധതി സമാഗമന കൂടാരത്തിൽ വ്യക്തമാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിനകത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം, പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ നമ്മൾ ആർക്ക് ഓഫ് ദ കവണന്റിൽ വരുന്ന സമയത്ത്, ഈ നിയമപെട്ടകത്തിനകത്ത് വരുന്ന സമയത്ത് എപ്രകാരം ദൈവം ഒരേ സമയം നീതിമാനും കരുണയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ പറയുന്നത്, ഈ നിയമപെട്ടകം ഇരിക്കുന്നതിൻ്റെ മുകളിലാണ് കൃപാസനം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മുകളിലാണ്. ഇതിനെയാണ് നമ്മൾ കൃപാസനം എന്ന് വിളിക്കുന്നത്.
ഒരേ സമയം ദൈവം നീതിമാനാണെന്നും അതേസമയം ദൈവം കൃപാലുവാണ് എന്നും നമുക്ക് ഈ പെട്ടകം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മളെ കാണും. നോക്കുക, അങ്ങനെ വിശുദ്ധ മന്ദിര ശുശ്രൂഷകളാൽ പ്രതീകപ്പെടുത്തുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ കൃപയും സത്യവും ഒരുമിച്ച് കണ്ടുമുട്ടുന്നു, നീതിയും സമാധാനവും പരസ്പരം ചുംബിച്ചിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം പിശാച് ഈ സമാഗമന കൂടാരത്തെ ഇത്രമാത്രം വെറുക്കുവാനുള്ള കാരണം പിശാച് ആരായിരുന്നു? പിശാചിനെക്കുറിച്ച് നമ്മൾ യെഹെസ്കേലിൻ്റെ പുസ്തകം 28:14 പറയുന്നത് അവൻ മറയ്ക്കുന്ന കെരൂബായിരുന്നു. മറയ്ക്കുന്ന കെരൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തെ സംരക്ഷിക്കേണ്ടവനായിരുന്നു ഈ പിശാച് എന്ന് പറയുന്നത്. അതായത് കൽപ്പനകളുടെ മുകളിൽ കൽപ്പനയെ സംരക്ഷിക്കേണ്ട ചുമതലയായിരുന്നു. പക്ഷേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് പാപം അല്ലെങ്കിൽ അകൃത്യം അവനിൽ കാണുന്നത് വരെ ഹി വാസ് പെർഫെക്റ്റ്, അവൻ വളരെ നല്ലവനായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. എന്താണ് അകൃത്യം? അവൻ്റെ അകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുകളിൽ അവൻ്റെ സിംഹാസനം സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു, അല്ലേ? അതാണ് അവൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഐ വിൽ ഗോ എബവ് ദ ടോപ്പ് ഓഫ് ദ ക്ലൗഡ്, ഐ വിൽ ബി ലൈക്ക് മോസേസ്, ഞാൻ അത്യുന്നതിന് സമനാകും എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ നിയമം സംരക്ഷിക്കേണ്ട ഒരുവൻ അവൻ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആകുവാനായിട്ട് ശ്രമിക്കുന്നു. ഇത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ദൈവത്തെ പോലെ ആകുവാനായിട്ട് സാധിക്കും, പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കേണ്ട കാര്യം ഇല്ല. ഇത് നമ്മൾ പൊതുവിൽ ഇന്ന് പഠിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ രക്ഷാപദ്ധതി വളരെ വ്യക്തമായിട്ട് സമാഗമന കൂടാരത്തിൽ കാണുന്നത് കൊണ്ട് ഈ സമാഗമന കൂടാരത്തിലുള്ള എല്ലാ ശുശ്രൂഷയും പിശാച് ഓരോന്നോരോന്നായിട്ട് ഇല്ലാതെയാക്കി. അതായത് ദൈവത്തിൻ്റെ ദിവ്യ യാഗത്തെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും പുരോഹിതൻ്റെ യാഗകൂടത്തിൽ പോയി പുരോഹിതൻ്റെ കൂട്ടിൽ പോയി നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെയും ക്ഷമിക്കും എന്ന് പഠിപ്പിച്ചുകൊണ്ട് പിശാച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തു മാറ്റുന്നതായിട്ട് കണ്ടു. ഇരുണ്ട യുഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ വചനത്തെ നശിപ്പിക്കുവാനായിട്ട് പിശാച് ശ്രമിക്കുന്നതായിട്ട് കണ്ടു. സ്നാനത്തെ പിശാച് നശിപ്പിക്കുന്നതായിട്ട് കണ്ടു. കാരണം വചനത്തിലുള്ള സ്നാനം മുങ്ങി സ്നാനമാണെങ്കിൽ എന്താണ്, വെള്ളം തെളിച്ചുള്ള സ്നാനം മാത്രം മതി എന്ന് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ പ്രാർത്ഥന കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇന്ന് മറിയയും അതുപോലെ തന്നെ മറ്റു പല വിശുദ്ധന്മാരിൽ കൂടെയും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പിശാച് ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതിനെല്ലാം ഉപരി ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൻ തച്ചുടയ്ക്കുന്നതായിട്ട് കാണും. പക്ഷേ ദൈവത്തിന് വേറെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം ഇതെല്ലാം വീണ്ടെടുക്കുന്നതായിട്ട് നമ്മൾ കാണും. ഈ സത്യങ്ങളൊക്കെയും ഓരോന്നോരോന്നായിട്ട് ദൈവം തിരികെ കൊണ്ടുവരുന്നു. അതിനകത്ത് ഏറ്റവും അവസാനമാണ് 1850കളിൽ ശബദ് കൽപ്പന എന്ന് പറയുന്ന സത്യം സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാർ മുഖാന്തരം തിരികെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സത്യമാണ് നമ്മൾ ഇന്നത്തെ ഈ പാഠത്തിനകത്ത് പഠിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരായിരിക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല. ഇതൊരു വലിയ ഒരു പ്രവചന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഭ ഉണ്ടായിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഈ സഭയെയാണ് ദൈവത്തിൻ്റെ കൽപ്പനയെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിശുദ്ധ മന്ദിര ശുശ്രൂഷയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തെയും കാണിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയുമാണ് ഈ അന്ത്യനാളുകളിൽ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആകയാൽ ഇന്നത്തെ ഈ പാഠത്തിനകത്ത് ഉടമ്പടിയും രൂപരേഖയും, ആ രൂപരേഖ എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരം, അതിൻ്റെ രക്ഷ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരായ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു സത്യമാണ്. മറ്റ് സഭകൾക്ക് ലഭിക്കാത്തതായിട്ടുള്ള ഈ ഒരു സത്യമാണ് നമ്മൾ ഇന്നത്തെ ഈ പാഠത്തിനകത്ത് പഠിച്ചത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ പാഠം കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും എപ്രകാരമാണ് രക്ഷാപദ്ധതി, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി സമാഗമന കൂടാരത്തിൽ കൂടെ തെളിയുന്നതെന്ന് കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ ദൈവമേ കർത്താവേ, അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമൂല്യമായിട്ടുള്ള ഈ പാഠത്തിനായിട്ട് അടിയങ്ങളെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ദൈവമേ, നീ അടിയങ്ങളുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള നിത്യ ഉടമ്പടിയെ കർത്താവെ അടിയങ്ങൾ ഒരിക്കൽ കൂടെ പഠിക്കുവാനായിട്ട് നീ അടിയങ്ങൾക്ക് അവസരമൊരുക്കി കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അടിയങ്ങൾ നിൻ്റെ സ്വന്തം ജനമാണ് എന്നും നിൻ്റെ രക്തത്താൽ അടിയങ്ങളെ ആ വലിയ ഉടമ്പടിയിൽ ഉറപ്പിച്ചു എന്നും
അടിയങ്ങൾക്ക് ഒരിക്കൽ കൂടെ കേൾപ്പിക്കുവാൻ സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിലും ഉപരിയായിട്ട് കർത്താവെ, അടിയങ്ങൾക്ക് മാത്രമായിട്ട് നൽകിയിരിക്കുന്ന സമാഗമന കൂടാരം എന്ന് പറഞ്ഞ വലിയ സത്യത്തെ അടിയങ്ങൾക്ക് ഇന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുവാനും ദൈവമേ, രക്ഷ നിന്നിൽ കൂടെ മാത്രമാണ് എന്നുള്ളതും, കർത്താവെ, നിൻ്റെ ആത്മാവിനാൽ അല്ലാതെ അടിയങ്ങൾക്ക് നിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സാധിക്കില്ല എന്നും അപ്രകാരം രൂപാന്തരപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ ഈ പാഠം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവമേ, പഠിപ്പിക്കുന്ന അടിയനെയും അടിയങ്ങൾ ഓരോരുത്തരും രൂപാന്തരം പ്രാപിച്ച് നിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ഈ ലോകത്തിൽ സാക്ഷികളായി തീരുവാൻ സഹായിക്കണമെന്ന് സർവ്വവും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ, ആമേൻ.